ഹായ് ഫ്രണ്ട്സ്, JTC മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പഴംപൊരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം മൈദ, പിന്നെ ഒരു 3 പഴം, നല്ല പാകം വന്ന 3 പഴം. ഞങ്ങൾ ചങ്ങാലിക്കുടം പഴമാണ് എടുത്തിരിക്കുന്നത്, നല്ല മധുരമുള്ള പഴമാണ്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം കളർ പൊടി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കണം നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു വൃത്തിയായൊരു പാത്രത്തിലേക്ക് നമ്മുടെ പഴത്തിനെ തൊലി കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഈ പഴമൊക്കെ മുറിച്ച് കഷ്ണാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പഴത്തിൻ്റെ നടു മുറിച്ചിട്ട് 3 പീസാക്കുകയാണ്. അപ്പോൾ ഒരു പഴം 6 പീസായി കിട്ടും. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുക്കി വറുക്കണ വെളിച്ചെണ്ണ കുറച്ചെടുത്താൽ മതി എന്നുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇപ്പം നമ്മളെല്ലാതും ഇതേപോലെ സ്ലൈസാക്കി വെച്ചു. ഇനി പഴം മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ 200 ഗ്രാം മൈദ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മാത്രം പൊടിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇത് നമ്മൾ കഴിക്കുന്ന പഴംപൊരിയുടെ മാവിലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അല്പം പഞ്ചസാര ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്, ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ലേശം കളർപ്പൊടിയാണ്. 2-3 നുള്ള് കളർപ്പൊടി ഇതിലേക്ക് ചേർക്കാം. കൂടി കഴിഞ്ഞ് ഭയങ്കര മഞ്ഞയായി കിട്ടും. ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കണം. അപ്പോൾ അധികം വെള്ളം ഒഴിക്കൊന്നും വേണ്ട, ഒരു പാകത്തിന് വെള്ളം മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കയ്യിൽ മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ കൂട്ടെല്ലാതും അതിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അല്പം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് വരും. നന്നായി ഇളക്കിയാൽ മാത്രമാണ് നമുക്ക് കളർ പൊടിയും പഞ്ചസാരയും ഉപ്പും നല്ലപോലെ അതിൽ അലിഞ്ഞ് ചേർന്ന് കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഇത്ര പോരാ, കുറച്ചും കൂടി വെള്ളം വേണം, നല്ല കുഴമ്പ് രൂപത്തിലാവണം. ഇപ്പം നമ്മുടെ മാവ് കുഴമ്പ് രൂപത്തിലായി, നല്ലോണം പച്ചവെള്ളം പോലെ ആവരുത്. അടുത്തതായിട്ട് നമുക്ക് ഒരു ചെറിയ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ പഴംപൊരിക്ക് ഒഴിക്കണ പോലെ നിറച്ച് ഒഴിക്കണ്ട, ലേശം വെളിച്ചെണ്ണ എടുത്താൽ മതി. എന്നിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഓരോ പഴങ്ങളും മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് കയ്യിലേക്ക് വെളിച്ചെണ്ണ തട്ടാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോന്നും അതിൻ്റെ മീതെ വീഴാത്ത രീതിയിൽ സൈഡുകൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ പാകത്തിന് മാത്രം ഇട്ടാൽ മതി. ഒരു 3-4 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ അല്ലാതെ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ നിറയും. അപ്പോൾ അത്ര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു മീഡിയമിൽ വെച്ചാൽ മതി തീയെ, നന്നായിട്ട് കൂട്ടി വെക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇത് ഒട്ടി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാതും ഓരോ പീസുകളായിട്ട് മാറി കിടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായി വേവും ചെയ്യും, കളറും എല്ലായിടത്തും ഒരേപോലെ ആവും. ഇപ്പം നമ്മുടെ പഴംപൊരി നല്ല കളറിൽ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ചെറുതാക്കി വയ്ക്കാം, ഒരിക്കലും കൂട്ടരുത്. പാകമായതിനു ശേഷം നമ്മൾ എടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കണം നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറായി കരിഞ്ഞു പോവും. ഓരോന്നായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിടുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയാണ്, കയ്യിലേക്ക് ചൂട് തട്ടാതെ വെളിച്ചെണ്ണയുടെ ഒന്നും പൊള്ളാത്ത രീതിയിൽ വേണം, ശ്രദ്ധിച്ചിട്ട് വേണം ഓരോന്നും നമുക്ക് ബൗളിലേക്ക് മാറ്റിയിടാനായിട്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പഴംപൊരി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.